കുറയുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഡോക്ടറെ വിളിക്കാം. വേണ്ട, ഇപ്പൊ അല്പം ആശ്വാസമുണ്ട്. കുട്ടി ശ്രദ്ധിക്കണ്ടേ? സമയത്തിന് ഇവരെത്തിയത് ഭാഗ്യായി. ആപത്ത് വന്നപ്പോ സ്വന്തം ജീവൻ പണയം വെച്ച് രഞ്ജിനിയെ രക്ഷിച്ച നിങ്ങൾക്ക് ക്ഷത്രിയന് വേണ്ടുന്ന വീറും വാശിയുമുണ്ട്. വരൂ ലക്ഷ്മി. എവിടെയാ തമ്പ? എന്താ കുട്ടി? എന്തുണ്ടായി? ആരും ഒരാൾ വന്ന് എന്റെ വായ പൊത്തിപ്പിടിച്ചു. തമ്പുരാൻ എവിടെന്ന് ചോദിച്ചു. കുട്ടി വന്ന് കിടന്നോളൂ. മോള് നാരായണ ജപിച്ച് കിടന്നാ മതി. സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ട്. നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. പക്ഷെ എന്താ എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. 4 പേരും നല്ല സ്നേഹമുള്ളവര്, സ്വഭാവത്തിലും കുറവൊന്നും കാണില്ല. അതിപ്പോ എന്താ? അതെ, തമ്പുരാൻ തന്നെ. അവൻ വന്നു. ധർമ്മരാജ്. രാജശേഖരവർമ്മയ്ക്ക് ഭയമില്ല, ഒട്ടും ഭയമില്ല. എന്തും പ്രതീക്ഷ തന്നെയാ കഴിയണേ. ഇനി ഇതങ്ങ് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ആ ദുഷ്ടം വന്ന് വല്ല പ്രവർത്തിക്കാച്ചാ? തനിക്ക് ഭയമുണ്ടോ? ഉടക്കി പോവാ. എന്തിനൊരു അവസാനം ഉണ്ടല്ലോ, അത് ഞാൻ കാണുന്നുണ്ട്. എന്റെ ഗുരുവായൂരപ്പാ, ഇനി എന്തൊക്കെ കാണാവൂ. ഒരു കണക്കിന് നമ്മുടെ നാടാ സുഖം. ഇതൊരു മാതിരി ഐസ് കെട്ടേ കയറി ഇരിക്കണ മാതിരി. എന്താ തണുപ്പ്. നല്ല കീറി കീറിക്കോ. ഈ വിവരം തമ്പുരാൻ എങ്ങനെ അറിഞ്ഞാലേ 3 ക്ഷത്രിയന്മാരുടെ പാസ്പോർട്ട് കീറും. മാജോടി നിർത്ത്, നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ആരാ അത്? ശല്യമായല്ല. മാറ്റ്. ആരാ? ഞാനാ. പിള്ളച്ചേട്ടനായിരുന്നോ? ഞങ്ങള് കരുതി പിള്ളച്ചേട്ടനായിരിക്കും. അല്ലേ അങ്ങോട്ട് വലിഞ്ഞു കയറല്ലേ.
പിള്ളച്ചേട്ടൻ എന്തായി രാത്രിയില്? അല്ലാതെ പുറത്ത് ഭയങ്കര തണുപ്പാ, അതുകൊണ്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ തണുപ്പത്തോ? ആ, 2 അടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. മദ്യപിക്കാൻ ഒക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നു സാറുമാര് എന്നെ ഒന്ന് കഴിക്കാൻ അനുവദിക്കണം. അത് പറ്റില്ല, ഹറാമാണ്. ഹറാമാണോന്ന്? റമ്മാണ്. എന്തായാലും ഇവിടെ പറ്റില്ല. പോട്ടെ തമ്പുരാനെ, കഴിക്കട്ടെന്ന്. നമ്മുടെ പിള്ളച്ചേട്ടനല്ലേ, കഴിച്ചോട്ടെ. ചേട്ടൻ നല്ല കീറുമല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ. പക്ഷെ തമ്പരാൻ അറിയില്ല, അറിഞ്ഞ എന്റെ പണി പോവില്ലേ. അതുകൊണ്ട് കുറച്ച് വെള്ളവും ഇച്ചിരി ഗ്ലാസും തരുമോ? നീ ആ ഗ്ലാസ് എടുത്തേ. കുറച്ച് വെള്ളം എടുക്കാം. ഒഴി 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 ഒഴി. ഇപ്പോ തമ്പരാൻ അറിഞ്ഞിട്ട് എന്റെ പണി പോയാലും എനിക്ക് പ്രശ്നമല്ല. അതെന്താ? என்னுடைய ஒரே ஒரு மகன் தங்கப்பன் பிள்ளை, அவன் கல்ஃபில. மாசம் 30,000 ரூபா அவன் சம்பளம் கிடைக்கும். എല്ലാ മാസവും 10,000 രൂപ വെച്ച് അവൻ എനക്ക് അയക്കും. പക്ഷെ ഞാൻ വാങ്ങ മാട്ടേൻ. കാരണം സ്വന്തമായ ഒരു വരുമാനം കൊണ്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ കോവിലകത്ത് നിന്ന് വിട്ടു നിൽക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം തമ്പുരാന്റെ ജീവൻ എന്റെ കയ്യിലാ. രാത്രിയിൽ ഉറക്കമില്ലല്ലോ. 2 അടിച്ചാ പിന്നെ എനിക്ക് ഉറക്കം വരൂല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സൂക്ഷിക്കേണ്ട കാര്യമാ. തുറന്നു പറയാം, നിങ്ങളെല്ലാവരും ഉടനെ ഈ കോവിലകം വിട്ട് പോണം. ആ റോബിക്ക് തമ്പുരാന് നോട്ടമുണ്ട്. അവനാള് ഭയങ്കര പെശക. ഊട്ടിയിലെ ചക്രവർത്തിയാണ് അവൻ. കൊല്ലാനും കൊല്ലാനും മടിയില്ലവന്. നിങ്ങളെ കൈ കിട്ടിയാൽ അവൻ തുണ്ടൻ തുണ്ടമായി വെട്ടിയരിഞ്ഞ് പിഴിഞ്ഞ് ചാറെടുത്ത് അവൻ കൊക്കയിലെറിയും. ആരും ഓടിയില്ലേ? നീ ഒരു ശബ്ദം കേട്ടില്ലേ? പോയി നോക്കാം. ആരാന്ന് പോയി നോക്കി. ഞാൻ വരുന്നില്ല, എനിക്ക് വരുന്നില്ല. ഞാൻ വരാം. രക്ഷിക്കണേ. അച്ഛനോ? ഏതച്ഛൻ? ഈ അച്ഛൻ. നാട്ടിൽ സുഖമായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടന്ന എന്നെ എഴുത്തയച്ചു വരുത്തി ക്ഷത്രിയ വേഷം കെട്ടിച്ചത് ഈ നിൽക്കുന്ന എന്റെ അച്ഛനാണ്. അപ്പൊ ഇങ്ങനെയാണ് സംഗതിയുടെ കിടപ്പല്ലേ? ഞാൻ ഈ വിവരേ തമ്പുരാനോട് പോയി ഒന്ന് പറഞ്ഞിട്ട് വരാം. എന്നോട് ക്ഷമിക്കണം. ഇവൻ പണിയൊന്നുമില്ലാണ്ട് നടക്കണ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു ദുർബുദ്ധിയാ. കാശ് കിട്ടി ആർക്കെങ്കിലും കഴിക്കുവോ? ഇവനോട് പട്ടാപ്പകല് ആണുങ്ങളെ പോലെ മുൻവശത്ത് കൂടി വരാൻ പറഞ്ഞിട്ട് ഇവൻ നട്ടപ്പാതിലേക്ക് നടുവൊടിക്കാൻ വേണ്ടി വന്നു കയറിയതായി കാലൻ. നിന്നെ പണ്ടാറടങ്ങുള്ളൂടാ ദുഷ്ട. എന്റെ പെരുമക്കളെ, ഈ ഇവൻ തമ്പുരാനോട് പറയല്ലേ എന്റെ പണി. പിന്നെ ഈ ഏരിയയിലെങ്ങാനും ഇനി കണ്ടുപോയോ? ഒന്നുകളെ ഞാൻ പറ. അച്ഛാ, ഇനി ഞാൻ വേറെ വല്ലതും ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട. എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തരാതെ തൃപ്പത്തൂർ തമ്പുരാൻ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ 14 വർഷം എന്റെ ജീവിതത്തിലെ എല്ലാ ഹാപ്പിനെസ്സും എനിക്ക് നഷ്ടപ്പെട്ടു. 14 long years. തൃപ്പത്തൂർ കോവിലകത്തെ എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കി എനിക്ക് സൂഹിക്കണം. I want to enjoy myself. I want to enjoy. അത് നടക്കും തോന്നില്ല. I must. എന്നെ പൊക്കി. പറയട്ടെ, ഇനി ഈ നാട്ടിൽ കണ്ടുപോരുത്. തൃപ്പത്തൂർ കോവിലകത്ത് തമ്പുരാക്കന്മാരാവും വന്നിരിക്കുന്നോ? വേണ്ട, അതിനിവിടെ വേറെ ആളുണ്ട്. വെറുതെ ഇവിടെ നിന്ന് കൈക്ക് പണിയുണ്ടാക്കരുത്. അതുപോലെ നീയര അത് പിന്നീട് മനസ്സിലായിക്കോളും. പറ. നീ വാ. പറ.
എന്താ എല്ലാരും കൂടെ? ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയത് കൊല്ലാനോ വളർത്താനോ? എന്ത് സംഭവിച്ചു? ആ റോബിയും കൂട്ടരും ഞങ്ങൾ ആക്രമിക്കാൻ വന്നു. ഇവിടെ ഉടനെ പോയില്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. അതൊന്നും ഞങ്ങൾ അത്ര കാര്യമാക്കുന്നില്ല. പക്ഷെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. തമ്പുരാനെ, എനിക്ക് തല്ലോട്ട് ശീലമില്ല. തമ്പുരാൻ ആരൊക്കെയോ ശത്രുക്കളുണ്ട്. ഞങ്ങൾ അറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ കൊട്ടാരത്തിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾ വന്നിട്ട് ദിവസം കുറച്ചായി. തമ്പുരാൻ തീരുമാനമൊന്നും പറഞ്ഞില്ല. ഇടിയാണെ മുറയ്ക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. എന്തോന്നും മിണ്ടാത്തത്? തമ്പുരാൻ ആരേക്കോ ഭയപ്പെടുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ ബോധപൂർവ്വം ഒരിക്കലും കെണിയല്ലേ പത്രത്തിലെ പരസ്യം? പറയൂ, ഞങ്ങൾക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. ഇവരാരാണെന്നറിയോ? എന്റെ മക്കൾ രാമവർമ്മയും സേതുലക്ഷ്മിയും. തൃപ്പത്തൂർ കോവിലകത്തിന്റെ അവകാശികളാകേണ്ടിയിരുന്നവർ. ഈ കൊട്ടാരത്തിന്റെ അകത്തളങ്ങൾക്ക് ഉണർവേകിയിരുന്നവർ. ആ ഇടയ്ക്കാണ് ബോംബെയിലായിരുന്ന ധർമ്മരാജ് എസ്റ്റേറ്റ് മാനേജരായിട്ട് ഇവിടെ എത്തുന്നത്. പഴയൊരു സുഹൃത്തിന്റെ മകനായിരുന്നതുകൊണ്ട് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അയാളെ വിശ്വസിച്ചേൽപ്പിച്ചു. സി ഡിവിഷനിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകളിൽ ഇത്തിരി കണിശാവുന്നു നന്ന്. തേയിലയുടെ കാര്യല്ലേ, വരവനുസരിച്ച് ചെലവ് ചെയ്യുന്നാവും ബുദ്ധി. ഞാൻ ധർമ്മനെ കുറ്റം പറയുകയല്ല. ധർമ്മൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. എല്ലാറ്റിനും ഒരു കണ്ണ് വേണം. യു ഗെറ്റ് മീ? യെസ്. നൗ യു ക്യാൻ ഗോ. ഓക്കെ. എത്ര നേരം ഇപ്പൊ വരും വെച്ച് അതിന് അച്ഛൻ നമ്പുരാൻ വിടണ്ടേ? കണക്കുകളും കാര്യങ്ങളും പറഞ്ഞ് നേരം പോകുമ്പോ അങ്ങേർക്കറിയില്ലല്ലോ പുന്നാരമോള് സേതുലക്ഷ്മി ഇവിടെ ഇങ്ങനെ എന്നെയും കാത്തോണ്ട് ബോറടിച്ച് നിപ്പാണെന്ന്. അമ്മയുടെ കണ്ണു വെട്ടിച്ചാ ഇവിടെ വന്ന് നിക്കുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛനോടും അമ്മയോടും തുറന്നു പറയാം. പിന്നെ പ്രശ്നമില്ലല്ലോ. അയ്യോ വേണ്ട. ഇപ്പൊ വേണ്ടല്ലേ? ആ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? സേറ്റ് കല്യാണക്കാരിയോ മറ്റോ ആണോ? എപ്പോ നോക്കിയാലും ഈ ധർമ്മേട്ടന് അതേ ചിന്തയുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചിന്തിക്കാനാ? സേതുലക്ഷ്മി, അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഓക്കെ, സീ ബേബി. You are too cheap. Don't repeat this. മേലിൽ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ഈ രാമവർമ്മയുടെ തനി സ്വഭാവം നീ അറിയും. Remember it. ഗുഡ് മോർണിംഗ് സർ. സാർ വിളിപ്പിച്ചത്? ഇന്ന് രാത്രി താൻ ഡ്യൂട്ടിയിലുണ്ടാവണം. പുലർച്ചെ മദ്രാസിലേക്ക് പോകുന്ന ലോറികളുടെ കൂട്ടത്തിൽ 2 ലോറികൾ കൂടെ കാണും. ഗേറ്റ് പാസ് ഉണ്ടാവില്ല, വിട്ടേക്കണം. ശരി സാർ. ഓക്കെ. അവിഹിതമായത് എന്തും വെട്ടിപ്പിടിക്കാൻ ഏത് മാർഗം സ്വീകരിക്കാനും അവന് മടിയില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. തൃപ്പത്തൂർ കോവിലകത്തെ സ്വത്തുക്കൾ അവന്റെ ലക്ഷ്യം അതായിരുന്നു. അതിനുവേണ്ടി എന്റെ സേതുലക്ഷ്മിയെ കരുവാക്കുകയായിരുന്നു അവൻ. അവന്റെ നിർബന്ധപ്രകാരം അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു. ധർമ്മരാജന്റെ വാക്കുകളിൽ വിശ്വസിച്ച എന്റെ മോക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ പോയി. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനും അവൾക്കായില്ല. എങ്കിലും ഏറെ കഴിയും മുമ്പ് തന്നെ അവൾക്ക് എല്ലാം മനസ്സിലായി കാണണം. ഒരു ദിവസം അവൾ എന്നെ ഫോണിൽ വിളിച്ചു. പഴയ നിഷേധത്തിന്റെ സ്ഥാനത്ത് അവളുടെ വാക്കുകളിൽ കുറ്റബോധമായിരുന്നു. എല്ലാം ഇട്ടെറിഞ്ഞു പോരാൻ ഞങ്ങൾ അവളോട് പറഞ്ഞു.
പക്ഷേ എന്താ ഇത്ര പെട്ടെന്നിങ്ങനെ തോന്നാൻ? ചെൽമി. ചോദ്യം സ്വന്തം മനസ്സാക്ഷിയോട് തന്നെയായാലും അതിനുള്ള ഉത്തരവും കിട്ടും. See, you are my wife. എന്റെ ഭാര്യയാണെന്ന് എവിഡൻസ് വേണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിലുണ്ട്. വെറും ഒരു കടലാസ് തുണ്ടിലൂടെയുള്ള ബന്ധം മാത്രമേ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ളൂ. നിയമത്തിന്റെ ചരടുകൊണ്ട് ഈ സേതുലക്ഷ്മിയെ കുരുക്കിട്ട് പിടിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട മിസ്റ്റർ ധർമ്മരാജ്. നിയമം നിങ്ങളുടെ സ്വന്തമൊന്നും അല്ലല്ലോ. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് തീരുമാനിച്ചു? നിയമപരമായി തന്നെ ഡൈവോഴ്സ് ചെയ്യാൻ. എന്താ? What the bloody hell do you mean by divorce? സംഭവിച്ചതെല്ലാം ഞാൻ അച്ഛനോട് തുറന്നു പറയും. എന്റെ അച്ഛനും ചേട്ടനും വിചാരിച്ചാൽ പലതും നടക്കും. No baby, that's impossible. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നെയും എന്റെ കുടുംബത്തെയും നശിപ്പിച്ച് സ്വത്തും പണവും തട്ടിയെടുക്കാൻ ശ്രമിച്ച വഞ്ചകനാണ് നിങ്ങൾ. You are a cheat. Yes, you are a cheat. നിങ്ങളെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. I hate you. സേതുലക്ഷ്മി. No, call me princess. You bloody bitch. രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിഹ്നിച്ചിതറിയ എന്റെ പൊന്നുമോളുടെ ശരീരം കണ്ടുകിട്ടി. ചെയ്തുപോയ തെറ്റിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് എല്ലാവരും കരുതിയുള്ളൂ. ലക്ഷ്മി മാനസികമായി ആകെ തകർന്നു. പുറമേ പ്രചരിച്ച വാർത്ത വിശ്വസിക്കാൻ രാമുവിനായില്ല. എന്റെ പൊന്ന് പെങ്ങളെ കൊന്നിട്ട് ജീവിതകാലം കൂടെ സുഖമായി കഴിയാന്ന് കരുതിയാ പട്ടി. So sorry, Ramu. ലക്ഷ്മിമോളെ കൊന്നത് ധർമ്മരാജാണെന്ന് കോടതിയിൽ തെളിയിക്കാനാകാതെ പോയി. എങ്കിലും അവന് ജീവപര്യന്തം ശിക്ഷ കിട്ടി രാമുവിനെ കൊന്നതിന്. ഒരിക്കൽ പരോളിൽ ഇറങ്ങിയപ്പോ അവനിവിടെ വന്നിരുന്നു. തമ്പുരാനെയും തമ്പുരാറ്റെയും കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഏതു നിമിഷവും അവനിവിടെ എത്താം. അവരെ കൊല്ലാൻ അവകാശം സ്ഥാപിക്കാൻ. നിധി പോലെ കാത്തു സൂക്ഷിച്ച സ്വത്തിന്റെ ഒരു തരി പോലും അവൻ സ്വന്തമാക്കാതിരിക്കാൻ തമ്പുരാൻ ഒറ്റ വഴിയേ കണ്ടുള്ളൂ. എല്ലാം ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുക. അതുവഴി സ്വന്തം മക്കളുടെ ഓർമ്മകളിൽ മുഴുകി ജീവിക്കുക. അതിനുവേണ്ടിയാണ് ക്ഷത്രിയരായ നിങ്ങളെയൊക്കെ അദ്ദേഹം വിളിച്ചു വരുത്തിയത്.
തമ്പുരാൻ, ആധാരമെഴുത്തുകാരൻ രാഘവൻ നായരുടെ മകൻ. ഓ, മൂലം തിരുനാൾ, കൊണ്ടോട്ടിക്കാരൻ ബഷീർ. ഐ നോ യു ഓൾസോ മിസ്റ്റർ ജിമ്മി തമ്പുരാൻ. ചെത്തിപ്പുഴയിൽ തേങ്ങാവെട്ടുകാരൻ തോമസിന്റെ മകൻ. റൈറ്റ്, അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. താനാരാ? തൃപ്പത്തൂർ കോവിലകത്തെ പുതിയ തമ്പുരാൻ? യെസ്, ഐ എം ധർമ്മരാജ്, കോവിലകത്തെ പുതിയ തമ്പുരാൻ. ഏത് തമ്പുരാനായാലും കൊള്ളാം, അഭ്യാസമൊക്കെ ഇതിന്റെ പുറത്ത് മതി. ഓക്കെ, എനിക്കും അത് തന്നെ പറയാനുള്ളൂ. വാട്ട് ദ ഹെൽ ഡോണ്ട് യു ഓൾ ഗോ ഔട്ട് ഓഫ് ദിസ് കേസ്? വരട്ടാതോ, താൻ എന്ന് മുതൽ ഈ തമ്പുരാനായെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഊട്ടിയിലെ കുറച്ച് ചീപ്പ് റേറ്റ് ഗുണ്ടാസിനെ കൂട്ടുപിടിച്ച് തന്റെ അഭ്യാസമൊന്നും ഞങ്ങളത് വേണ്ട. ജീവിക്കാൻ വേണ്ടി ഒരു സുപ്രഭാതത്തിൽ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് പോകുന്നവരാ ഞങ്ങള്. തമ്പുരാനാവാനും വേണ്ടി വന്ന തറയാവാനും ഞങ്ങൾക്കറിയാം. ഈ കൈക്ക് പണിയുണ്ടാക്കണ്ട. താൻ എന്ത് ചെയ്യടോ? കളിക്കരുത്. എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാണ് അത്തണ്ടി. ദ്രോഹി! ഹലോ തമ്പുരാൻ. തമ്പുരാൻ, റിലാക്സ് ബേബി. ഹൗ ആർ യു? തമ്പുരാൻ, രാജശേഖരവർമ്മ തമ്പുരാൻ. അതല്ല, നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസവും കാത്തിരിക്കുകയായിരുന്നു ഞാൻ നിന്നെ കൊല്ലാൻ. എന്നെ കൊല്ലാനോ? ഓക്കെ, അതിനുവേണ്ടിയായിരിക്കും തമ്പുരാൻ ഈ കാലാൽപ്പടയെ സംഘടിപ്പിച്ചത്. അതെ, തൃപ്പത്തൂർ കോവിലകത്തിന്റെ സ്വത്ത് നിന്റെ കയ്യിലെത്താൻ ഞാൻ സമ്മതിക്കില്ല. തമ്പുരാൻ, വൈ യു ഷൗട്ടിംഗ്? ലീഗലി ഞാനാണ് ഇതിന്റെ എല്ലാം അവകാശി. എന്റെ മക്കളെ വഞ്ചിച്ചു കൊന്നു നേടിയ അവകാശം. വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. ലക്ഷ്യത്തിലെത്താൻ ഏതു വഴിയും സ്വീകരിക്കുന്നവനാണ് ഈ ധർമ്മരാജ്. അയ്യോ തമ്പുരാനെ, തമ്പുരാനെ. എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് കിട്ടണം. ഡു യു ഗെറ്റ് ദാറ്റ് റൈറ്റ്, ഓൾ മാൻ? ആൻഡ് ലിസൺ, എത്രയും വേഗം ഇവിടെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പോയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഡു യു ഗെറ്റ് ദ പോയിന്റ് പ്രോപ്പർലി? ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ടു യു ഓൾ. അതർവൈസ് നിൽക്കൂ. അഭിനയം അസലായിട്ടുണ്ട്. കേട്ടതെല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്താ, നാവിറങ്ങിപ്പോയോ? തമ്പുരാനെ, ഞങ്ങള് ചെയ്തത് തെറ്റാണെന്നും ക്ഷമിക്കണമെന്നുമായിരിക്കും. എങ്ങനെ മനസ്സ് വന്നു എന്ന്? തെറ്റ് ചെയ്യുക, പിന്നെ ക്ഷമ ചോദിക്കുക, എളുപ്പമായല്ലോ. വേണ്ട, ഇറങ്ങിക്കോളൂ. പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണമെന്നില്ല.